ഞാൻ കംസം തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടിക്കൊള്ളു. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ചാട്ടി ഇറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറിപിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്തെന്റെ മുന്നിൽ വെച്ചു തരൂ. എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ. ഓർത്തോ? മണിയങ്കോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട്. അടിച്ചിറക്കണ ആസത്തുകൾ അവിടെ നിന്ന് പടിയിറക്കി നാട് കടത്തണ ജോലി നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? നല്ലത്. അതി അത് നാളെ തന്നെ തീർപ്പാക്കണം. വരിക. എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറി വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്. വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ. അക്ഷരം അറിയാവുന്നവനല്ലേ ഈ കോർട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക. എന്താ ഇത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോർട്ട് ഓർഡറാ. കൂട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിന് കുത്തി ഇറക്കി വിടണോ? എടാ വാസു, യവന്മാരെടുത്ത് ചീന്തി ചിന്തേടാ. എന്താടാ ഇത്? നേരെ വായിച്ചു നോക്ക്. പീഴെറിയണ സ്വാമിമാരുടെ കൈയും കാലും. ഒരൊറ്റ വിട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കുന്നേ. ഇന്ന് മുതൽ തുളസിയുടെ മുതലിൽ നിന്നൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത്. എടുത്താൽ എല്ലാം നശിച്ചു, നശിപ്പിച്ചു. എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംബന്മാര്. അമയത്തെ കഴിക്കുന്ന കഴുതകൾക്കുണ്ടാവും ഇതിലും നല്ല ഉശിര്. എന്തിനാണ് ശംഭോ എനിക്കിങ്ങനെ 3 ആമക്കള്? അച്ഛാ, എന്താ? രാജീവൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന്. സ്വത്തില്ലാത്ത മണിയങ്കോട്ടൊന്നും അവന് പെണ്ണു വേണ്ടാത്രേ. എന്റെ സാവിത്രി, എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട്. കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട.
അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വാടാ ഗിരീശ. വാസു. ചെമ്പ്രയിൽ ഇത്തിരി ചോര ഒന്നിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി. ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ വേണ്ട, ഈ അടുപ്പിൽ നില തീ പിടിച്ചിണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ, അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന്. അയ്യോ, ആരാ? എനിക്കും അറിയില്ല. എന്താ പറ്റി? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലിയുടെ അല്ല, ഇതേതോ 10-28 കാലിയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ. പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കോടി. ഇന്ന് ഒരുമിച്ച് കൊലകുളി അടിയന്തരം കൊണ്ടാടാം. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിടിക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ
അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളി കണ്ടോളൂ. തമ്പുരാനെ, പട്ടാഴി തിരുമേനിയല്ലേ അത്? ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ, അയ്യോ കൊച്ചമ്പ്രാൻ, തമ്പ്രാനെ എടുത്തോ. മോനെ ജയ, ജയ, ജയ. വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നോണ, നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല കാരണവരെ. എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? മോനെ, മോനെ. ഇന്നലെ രാത്രി താനോടുണ്ടായിരുന്നു. സർ, എന്തൊക്കെയാണോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകൂട്ടുകാര് പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട്. സാറേ, ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിൽ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയോടോ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പട പറ്റിയത്? രണ്ടാം സാക്ഷി മിത്ര കൊച്ചമ്മ എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. അരുതാത്തൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല തലയ്ക്കും കുത്തിയിട്ടിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ?